ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മല്ലു മുംബൈ ഇന്ദു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് കുറച്ച് ഷോർട്സ് ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഇൻഫെർട്ടിലിറ്റി ചെന്നതിനെ കുറിച്ചിട്ട് പറയാം, ഞാൻ എങ്ങനെ പ്രഗ്നൻ്റ് ആയത്, 10 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ എങ്ങനെ ഉണ്ണീനെ കിട്ടിയതെന്നുള്ളതൊക്കെ, ആ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനൊക്കെ മുന്നേ ആയിട്ട് നമ്മൾ കുറച്ച് കുത്തുവാക്കുകളൊക്കെ കേൾക്കുമല്ലോ. എന്താണ് ഇത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളായില്ലേ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെയാണ് അതൊക്കെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചലഞ്ചസ് ഞാൻ ഫേസ് ചെയ്തു, എൻ്റെ ഇമോഷൻസ് എന്തൊക്കെയായിരുന്നു, അതൊക്കെ പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. എനിക്കിങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്ന് ഫേസ് ചെയ്ത് ഇന്ന് പറയാൻ തന്നെ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടായിരുന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ പറയാനുള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അധികം നീട്ടി വലിക്കണം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിയണമെന്ന് പറഞ്ഞാൽ 2015 ജൂണിൽ. അപ്പോൾ ഞാൻ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ കല്യാണം കഴിയുമ്പോൾ എനിക്ക് 19 വയസ്സും ആൾക്ക് 23 വയസ്സുമാണ്. അപ്പോൾ ആ ചെറുപ്രായം കൊണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് നമുക്കൊരു 2 കൊല്ലം അടിച്ച് പൊളിക്കാം, കുട്ടികളൊന്നും പറയണ്ട, അടിച്ച് പൊളിച്ച് ജീവിക്കാം എന്നുള്ളത്. അത് അതേപോലെ തന്നെ ഞങ്ങളങ്ങനെ വലിയ ഫാമിലി പ്ലാൻ ചെയ്യാം അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഫാമിലി പ്ലാൻ ചെയ്യാം, അപ്പോൾ നമുക്കൊരു ഉണ്ണിയാവാം എന്നൊക്കെ തന്നെ പ്ലാൻ ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങളതിനെ ട്രൈ ചെയ്തു നോക്കുമ്പോൾ കുട്ടികളാവുന്നില്ല. ഒരു കൊല്ലം അങ്ങനെ പോയി. അപ്പോൾ ഇതിന് പിന്നെ ആൾക്ക് ഗൾഫിലൊരു ജോലി കിട്ടി, അതിനായിട്ട് പോയി. ഗൾഫിൽ പോവല്ലേ, അപ്പോൾ ഇനി വന്നിട്ട് നമുക്കതിനായിട്ട് ഇനി എന്തെങ്കിലും ആക്കാം, ഡോക്ടറെ കാണിക്കണം കാണിക്കാം എന്നുള്ളതൊക്കെ ആയി. അപ്പോൾ ആൾ പോയി, എന്നിട്ട് തിരിച്ച് വന്ന് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തിരിച്ച് വന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു, എന്നാൽ ഓക്കെ നമുക്ക് സമയമായി, നമുക്കൊരു ഉണ്ണിയാവാം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളതിനെ ട്രൈ ചെയ്യുമ്പോഴും കുട്ടികളാവുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് ഞങ്ങൾ കൺസൾട്ട് ചെയ്യാൻ പോവുകയാണ്. പോയപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, രണ്ടാളിലും കുഴപ്പമൊന്നും കാണാനില്ല, അപ്പോൾ ചെറുതല്ലേ, അപ്പോൾ ഒന്നുകൂടി ഫോളിക് ആസിഡ് അങ്ങനെ ഉള്ളതൊക്കെ എനിക്ക് എഴുതന്ന്, എന്നിട്ടും ആവുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ ഡോക്ടറെ കാണിക്കുമ്പോൾ അവർ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും രണ്ടാളിലും കാണാനില്ല, ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ തൽക്കാലം ഞാനും കുറച്ച് പ്രഷറൈസ് ചെയ്യാൻ തുടങ്ങി, വീട്ടുകാരും കുറച്ച് പ്രഷറൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നാട്ടുകാരും എല്ലാവരും അങ്ങനെ പറഞ്ഞു തുടങ്ങി, എന്താ കുട്ടികളാവാത്ത, എപ്പോഴും എല്ലാവരും ചോദിക്കൽ തുടങ്ങി. കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞില്ല കുട്ടികളെന്താവാത്തത് എന്നുള്ളത് ചോദിക്കൽ തുടങ്ങി. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് വിട്ട്. അപ്പോൾ ആൾ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ, അങ്ങനെ ഡൗൺഫോൾ ആയാൻ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴും അത് വേണ്ട, അത് അങ്ങനെ കളയും, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട അങ്ങനെയൊക്കെ പറയും. അങ്ങനെ നമ്മുടെ പാർട്ട്ണർ എങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ചിട്ടിരിക്കും നമ്മുടെ പ്രഷർ കാര്യങ്ങളൊക്കെ കൂടുതലും കുറയണതും. അപ്പോൾ എൻ്റെ ഭാഗത്തെന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സപ്പോർട്ട് ചെയ്യുന്നു എൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഏട്ടൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഏട്ടൻ്റെ വീട്ടുകാർ ആരെങ്കിലും ചോദിക്കുമ്പോൾ ഏട്ടൻ പറയും ആയിക്കോളും, എനിക്കിപ്പോൾ വേണ്ട, കാര്യം കഴിഞ്ഞു. അപ്പോൾ പിന്നെ അവരുടെ അടുത്തുള്ള ചോദ്യം കുറയൽ തുടങ്ങി, നാട്ടുകാരുടെ ചോദ്യം കുറയൽ തുടങ്ങി. ഞങ്ങളതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അവരത് വിട്ടു. അപ്പോൾ ഇങ്ങനെ ഞാൻ ഫേസ് ചെയ്ത ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ ആൾക്കാരുമായിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ ആൾക്കാരിങ്ങനെ ചോദിക്കൽ തുടങ്ങി, എന്താ കുട്ടികളായില്ലേ, ക്ലാസ്സിന് പോകുമ്പോൾ അവർ ചോദിക്കൽ തുടങ്ങി, കല്യാണം കേട്ടിപ്പോൾ ഇത്രയും കൊല്ലമായില്ലേ, എന്താ കുട്ടികളാകത്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൾക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ഒന്നിനെക്കുറിച്ചും ബോധമല്ല. അപ്പോൾ ആളെൻ്റെ അടുത്ത് എപ്പോഴും പറയാം അതൊക്കെ നടന്നോളും, അത് കഴിഞ്ഞ സമയമാകുമ്പോൾ നടന്നോളും. പക്ഷേ എനിക്കാണെങ്കിലാണ് ഈ ഭയങ്കര ഉള്ളിലിട്ട് ഞാനതിങ്ങനെ വീർപ്പിച്ച് വീട്ടുകാർ ചോദിക്കൽ തുടങ്ങി, നാട്ടുകാർ ചോദിക്കൽ തുടങ്ങി, ഫ്രണ്ട്സ് ചോദിക്കൽ തുടങ്ങി, നമുക്കറിയാത്തവർ വരെ നമ്മളെ തോന്നി ചോദിക്കൽ തുടങ്ങി. ഞാൻ വിചാരിക്കും ഇവരൊക്കെ ആരാ, ഇക്കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിക്കും. അപ്പോൾ നമ്മളെ ടെൻഷൻ അടിപ്പിൽ തുടങ്ങി. ഇപ്പോൾ ഇത്രയും കൊല്ലം ഇനി കുട്ടികളുണ്ടാവില്ല, അതായിരിക്കും വല്ല ജോത്സ്യനെയും കണ്ടോ വൈദ്യന്മാരെ കണ്ടോ അങ്ങനെയൊക്കെ പറയൽ തുടങ്ങി. അപ്പോൾ പിന്നീട് ഞാനതിങ്ങനെ വിടൽ തുടങ്ങി. എൻ്റെ മൈൻഡിൽ അങ്ങനെ ഞാൻ തന്നെ എനിക്കായിട്ടുള്ള കുറച്ച് സന്തോഷങ്ങൾ കണ്ടെത്തി തുടങ്ങി. അപ്പോൾ ആളിപ്പോൾ പിന്നെയും ഗൾഫിലേക്ക് പോയി. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കൽ തുടങ്ങി, ഞാൻ എന്നെ സമാധാനിപ്പിക്കാൻ ഞാനേ ഉള്ളൂ, എല്ലാവർക്കും കുട്ടീനെ വേണം എന്നുള്ളതുണ്ട്. അപ്പം ഞാൻ എന്നെ തന്നെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൽ തുടങ്ങി. അപ്പം ഞാൻ അതിനായിട്ട് ഓരോ ക്ലാസ്സിന് പോയി തുടങ്ങി, കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി. അങ്ങനെ പിന്നെ ജോലിക്ക് കയറി, പിന്നെ അവിടുന്ന് ഞാൻ ഇറങ്ങി, പിന്നെ അടുത്ത പഠിക്കാൻ പോയി. ഞാൻ ഓരോന്നിലേക്കായിട്ട് ഇങ്ങനെ മാറി തുടങ്ങി. അപ്പം നമുക്ക് നമ്മളേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരാൻ തുടങ്ങി. അപ്പം അങ്ങനെയാകുമ്പോൾ തന്നെ നമ്മളെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റിലുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മൾ സംതൃപ്തിയാവാൻ തുടങ്ങും. അപ്പം നമ്മളെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു വഴി എന്ന് പറഞ്ഞാൽ, എന്താണോ നാളത്തെക്കുറിച്ച് ബോധവടല്ല, ഇന്നെന്താണോ അതിൽ പ്രസൻറ്റിൽ ജീവിക്കുക, പാസ്റ്റ് മറക്കുക, ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ആ ഒരു കുറച്ച് കൊല്ലങ്ങൾ കോപ്പപ്പ് ചെയ്ത് പോയിരുന്നത്.
അപ്പോൾ പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഏട്ടൻ പിന്നെയും വന്നു. ഏട്ടൻ വരിക എന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷനാണ്. അയ്യോ വന്ന് പോകുമ്പോൾ ഇനി പിന്നെയും കുട്ടികളായില്ലെങ്കിൽ പിന്നെയും തുടങ്ങും ഒരാൾക്കാർ ഇത് പറയാൻ തുടങ്ങല്ലോ. എന്താ പിന്നെയും വന്നിട്ട് കുട്ടികളായില്ലേ, പിന്നെ ആ ചോദ്യമാവും, പിന്നെ എനിക്ക് ടെൻഷനാവും. പിന്നെയും ഞാൻ ഏട്ടൻ പോകുമ്പോൾ ഞാൻ പിന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ വേറെ എന്തിനെങ്കിലും പോയി ചേരും. അങ്ങനെയൊക്കെ ആയിട്ട് കൊല്ലങ്ങളിങ്ങനെ നീണ്ടു പോയി. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനെന്താ ഇപ്പം ഏട്ടൻ വരിക എന്ന് പറയുമ്പോൾ തന്നെ ടെൻഷനായിരുന്നു. ഏറെ എന്തെങ്കിലും കുട്ടികളായില്ലേ എന്നുള്ള ചോദ്യം കേൾക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, വേറെ ഒന്നുമല്ല. പിന്നെ അപ്പോഴത്തേനും പിന്നെ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ അടുത്ത് നിന്ന് ചോദിക്കലുണ്ടല്ലോ വിശേഷമായ അയ്യോ അത് കേൾക്കുമ്പോഴോ ടെൻഷനായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എന്ത് ചെയ്തെന്നത്, പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കിക്കാൻ തുടങ്ങി. അതായത് അവരെൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുട്ടികളായില്ലെങ്കിൽ ഇപ്പോൾ എന്താ, ഞാൻ അങ്ങനത്തെ മറുപടി എടുക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അവരെ കുറിച്ചിട്ട് അവർക്ക് പിന്നെ നമ്മളടുത്ത് ചോദിക്കാതിരുന്നതും കുറയിലുണ്ട്. ഇത് ഇത്ര പെട്ടെന്ന് പോസിബിൾ ആവുന്ന കാര്യമല്ല, നമുക്ക് ഒറ്റയടിക്ക് ഒരാളുടെ മറുപടി പറയാന്നുള്ളത്. അത് നമ്മളിങ്ങനെ പഠിച്ച് വരുന്നതാണ് ഓരോരുത്തരുടെ അടുത്ത് നിന്ന്. നമ്മളെ കുറേ ആൾക്കാർ ബാക്ക് സ്റ്റാബ് ചെയ്യുമ്പോൾ നമ്മളതിനെ പഠിച്ചു തുടങ്ങും. ഇനി എനിക്ക് വേണ്ടി ഉയർന്ന് സംസാരിക്കാൻ ഞാനേ ഉള്ളൂ എന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പിന്നെ എല്ലാവരോടും പറയുമ്പോൾ ഇല്ല എന്തേ എന്ന് ചോദിച്ചാൽ മതി, കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും ഇത്രയും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികളായില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് വിഷമിക്കേണ്ട കാര്യമില്ല. ഒരിക്കൽ നിങ്ങൾക്കായിട്ട് ആ ദിവസം വരും. ഇപ്പം എനിക്ക് വന്നില്ലേ, ഒരു 10ാമത്തെ കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു സന്തോഷം കിട്ടിയെങ്കിൽ നാളെ നിങ്ങൾക്കും അത് കിട്ടും. അപ്പോൾ എല്ലാവരും നാളെ നല്ലൊരു ദിവസത്തിനായി കാത്തിരുന്നാൽ മതി. പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമ്മൾ നമുക്കായി ജീവിക്കണം, ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്. ഇപ്പോൾ ഒരു കുട്ടികളില്ലെങ്കിൽ ഇപ്പം എന്താ എന്ന് വിചാരിച്ച് ജീവിക്കാൻ ഞങ്ങൾ തുടങ്ങി. ഞങ്ങളങ്ങനെ പഠിക്കൽ തുടങ്ങി. ഇനി ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അത് ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണില്ല, ഞങ്ങളങ്ങനെ ആർക്കും ടെൻഷൻ അടിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ള ചിന്തിക്കൽ തുടങ്ങി. പിന്നെ നമ്മൾ ബാക്കിയുള്ള നമ്മളെ ചുറ്റിലുള്ള കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ നോക്കണം. നമ്മൾ നാളെക്കുറിച്ച് ചിന്തിക്കേണ്ട. ചിലപ്പോൾ നാളെ നമുക്കായിട്ട് നല്ലൊരു പുലരിയായിരിക്കും ഉണ്ടായിരിക്കുക. ഇന്നത്തെ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഏതൊരു മനുഷ്യനും ഒരു സന്തോഷം ഉണ്ടായിരിക്കും, സങ്കടം ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കുറച്ച് സങ്കടകാലങ്ങൾ കഴിഞ്ഞു പോയി, ഇനി സന്തോഷിക്കുന്ന ആളുകളായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആവട്ടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ കുട്ടികളില്ലാത്ത ആൾക്കാരാണെങ്കിലും ആരും അവരെ പോയിട്ട് ഇങ്ങനെ കുത്തി നോക്കിക്കരുത്. നിനക്കെന്ത് മക്കളില്ലേ, നിങ്ങൾ കല്യാണം കണ്ടിട്ട് ഇത്ര ആയില്ലേ, അങ്ങനെ ഒരിക്കലും പറയരുത്. ഇനിയിപ്പോൾ അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ തന്നെ ഇത് കേൾക്കുന്ന ആളെങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ നമ്മളത് ചിന്തിക്കാണ്ടിരിക്കും. അങ്ങനെ കുറേ കൊല്ലം ഇങ്ങനെ പോകൽ തുടങ്ങി. പിന്നെ ഞങ്ങൾ ലെസ് വെറീഡ് ആവൽ തുടങ്ങി. കൊല്ലം ഇങ്ങനെ പൊക്കോട്ടെ, ലെസ് വെറീഡ് ആവൽ തുടങ്ങി. നമുക്കൊരു ഡോക്ടറെ പിന്നെ കാണിക്കാം, പിന്നെ വേണമെങ്കിൽ IVF ചെയ്യാം, കുറേ ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല. നമ്മുടെ മെഡിക്കൽ ഫീൽഡ് ഭയങ്കരമായിട്ട് മാറിയ കാരണം തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് IVF എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. കുറേ ഇപ്പോൾ പരിചിതമാണ് എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ അതിലേക്ക് മാറാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ടെൻഷൻ അടിക്കാണ്ടിരുന്നു. അങ്ങനെ 2023 ആൾ ഒരു ഫെബ്രുവരി ആയപ്പോൾ പിന്നെയും നാട്ടിലേക്ക് പോയി. അങ്ങനെ ഫെബ്രുവരി നാട്ടിലേക്ക് വന്ന് മെയ് തിരിച്ചു പോയി. അപ്പോൾ അതുവരെ ആളിവിടെ ഉണ്ടായിരുന്നു. ആൾ തിരിച്ചു പോയ ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ ഞാനൊരു പ്രഗ്നൻസി ടെസ്റ്റ് വെറുതെ നടത്തി നോക്കിയപ്പോൾ 9 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടി 10ാമത്തെ കൊല്ലം 2 വാര. അതുവരെ ഞങ്ങളെപ്പോഴും പ്രഗ്നൻസി ടെസ്റ്റ് നോക്കാറുണ്ട്. എപ്പോഴും ലേറ്റ് ആകുമ്പോഴൊക്കെ നോക്കുമ്പോഴൊക്കെ ഒറ്റ വര കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായിരിക്കും. പക്ഷെ ആ വിഷമമൊന്നും പുറത്ത് കാണിക്കില്ല, ഞാൻ ആൾക്ക് കാണിച്ചു കൊടുക്കത്തില്ല. കാരണം വെറുതെ തന്നെ ടെൻഷൻ അടിപ്പിക്കുന്നു വിചാരിക്കും. എനിക്കറിയാം ആൾക്കും ഭയങ്കര ടെൻഷനുണ്ട്, പക്ഷെ പുറത്ത് കാണിക്കാത്തതാണ് നല്ലത്. അങ്ങനെ ഈ 2 വര വീഴാൻ വേറൊരു കാര്യമുണ്ട്. ഈ സമയം നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.